Happy birthday. ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ഇന്ന് മാധുവിൻ്റെ ബർത്ത്ഡേ ആണ്. മാധുവിൻ്റെ ബർത്ത്ഡേ ജൂലൈ 26-നാണ്. നമ്മൾ ജൂലൈ 20-ക്ക് ഒരു പ്രീ ബർത്ത്ഡേ ഷൂട്ട് എടുത്തായിരുന്നു. ആശാൻ സ്മാരകം തോന്നയ്ക്കൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. ജൂലൈ 25 മാധുവിൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഞങ്ങൾ ടോയ് ഫാക്ടറിയിൽ പോയായിരുന്നു. അപ്പോൾ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ വാങ്ങാനായിട്ട് കഴക്കൂട്ടത്തുള്ള ഒരു ഷോപ്പിലാണ് ഞങ്ങൾ പോയത്. അവിടെ പോയിട്ട് ഞങ്ങൾ ഒരുപാട് ഗിഫ്റ്റ്സൊക്കെ അവൾക്ക് വാങ്ങി. അവൾ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ് എല്ലാ ഗിഫ്റ്റ്സും കണ്ടിട്ട്. മാധുവിനെ കൂടാതെ കേശും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അവനിങ്ങനെ ഓരോ ഗിഫ്റ്റ്സ് എടുത്ത് അത് വാങ്ങിത്താ ഇത് നമ്മളെല്ലാവരും മാധുവിനുള്ള ഗിഫ്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് മാധുവായി ഒത്തിരി ഹാപ്പി ആയിരുന്നു. ടൈം അറൗണ്ട് ഒരു 10 PM ആയി. ഷോപ്പിൽ വലിയ തിരക്കില്ലായിരുന്നു. നമ്മൾ നോക്കി ടോയ്സൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ പ്രത്യേകം ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന സമയം കേശവും അതൊക്കെ ഇങ്ങനെ കളിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്ത് ടോയ്സ് വാങ്ങിച്ച് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട്. ജൂലൈ 26. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ മാധുവിൻ്റെ ബർത്ത്ഡേ. മാധുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണിത്. അപ്പോൾ നമ്മൾ നേരെ രാവിലെ ഒരു ടെമ്പിളിൽ പോയി. വെള്ളൂർ കോണം ദേവി ടെമ്പിളിലാണ് നമ്മൾ പോയത്. അവിടെ കുറച്ചൊരു സ്പെൻഡ് ചെയ്തിട്ട് ഇന്ന് വ്ളോഗാണ്, ഇന്ന് ഫുൾ വ്ളോഗാണ്. ഈവനിങ് 6 PM ഞങ്ങൾ ബർത്ത്ഡേ ഫംഗ്ഷൻ ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു വൃത്തിയാക്കൽ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും ഇൻവോൾവ് ആയിട്ടുണ്ട്. ചേട്ടൻ, മഹേഷ് ചേട്ടൻ, മാധു വരെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. ഈവനിങ് ഫംഗ്ഷൻ്റെ സ്റ്റേജ് ഡെക്കറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഒലീവ് ഡെക്കറേഷൻ ടീമാണ് വന്നേക്കുന്നത്. അപ്പോൾ ടൈം ഏകദേശം ഒരു ഉച്ചയായി. അങ്ങനെ ഞങ്ങൾ പിറന്നാൾ സദ്യ കഴിക്കാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. കിച്ചണില് സദ്യക്കുള്ള ഏകദേശം എല്ലാം റെഡിയായി. ഇനി പായസം കൂടി ഉണ്ട്. അതിനുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നതേ ഉള്ളൂ. ഋതു ബേബി കുട്ടികളുമായിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരുടെയും കഠിന പ്രയത്നത്തിലാണ് 3 പേരെ ഹെലികോപ്റ്ററൊക്കെ പറത്തുന്നുണ്ട്. 3 പേരെ ഒന്ന് ഫ്രെയിമില് സെറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ സദ്യ കഴിക്കാനായിട്ട് മാധു ഇലയൊക്കെ ഇട്ട് കഴിക്കാനായിട്ടിരിക്കുകയാണ്. ടൈം ഇപ്പോൾ ഒരു 6 മണിയായി. സ്റ്റേജ് ഡെക്കറേഷനും ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും റെഡിയായി എത്തി. ഗസ്റ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും എത്തിക്കഴിഞ്ഞ് നമ്മൾ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്ന ഒരു 6:30-7 മണി ടൈമിലാണ്. ഞങ്ങളുടെ ഒരു കളർ തീം റെഡ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫാമിലി മെമ്പേഴ്സും റെഡിൽ തന്നെ ആയിരുന്നു. പിന്നെ കേക്ക് നമ്മൾ അതുകൊണ്ട് ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു കേക്കായിരുന്നു. ഒരു ബാർബി സിറ്റിംഗ് കേക്കാണിത്. ഗീ ബട്ടർ ക്രഞ്ചിയാണ് കേക്കിൻ്റെ ഫ്ലേവർ. ഏകദേശം നമ്മൾ പറഞ്ഞ ഒരു മോഡലിൽ തന്നെ അവർ കേക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷനും പറഞ്ഞ രീതിയിൽ തന്നെ വളരെ നന്നായിട്ട് തന്നെ അവർ ഡെക്കറേഷനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി കേക്ക് കട്ടിംഗ് ആണ്. മാധു ഓൾറെഡി കുറച്ച് ഗ്ലൂമിയാണ്. കാരണം ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ അവൾ അത്ര നല്ല ഹാപ്പിയിലല്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ കേക്കും സ്വീറ്റ്സൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ പാർട്ടി പോപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാധു കുറച്ച് നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യാനൊക്കെ കൊടുത്തപ്പം കയ്യിലൊന്നും പിടിച്ചതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുവാണ്. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ മാധു അതിൻ്റെ കേക്കൊക്കെ കയ്യിലൊക്കെ വാരിയെടുത്തായിരുന്നു. അതാണ് ചേച്ചി ഇപ്പോൾ കൊണ്ട് കളയുന്നത്.
കേക്ക് കട്ടിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാ ഗസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. മാധു കേക്ക് കട്ട് ചെയ്തപ്പോൾ കുറച്ച് പ്രശ്നക്കാരി ആയിരുന്നെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് നോർമലായി. ചെറിയ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. പാട്ടൊക്കെ അവളുടെ ഫേവറേറ്റ് ഇല്ലുമിനാറ്റി സോങ് ഇട്ട് കൊടുത്തപ്പോൾ അവളൊന്ന് ആക്റ്റീവ് മോഡായി. പിന്നെ നമ്മൾ ചോക്ലേറ്റ് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. മാധുവിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. നമ്മളത് എല്ലാവർക്കും സെർവ് ചെയ്തു. കേക്ക് കട്ട് ചെയ്ത സമയത്ത് എല്ലാവരും കേക്ക് കൊടുത്തപ്പോൾ മാധു അത് വേണ്ടെന്നുള്ളൊരു റിഫ്യൂസൽ മട്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ വീണ്ടും എല്ലാവരും ട്രൈ ചെയ്യുകയാണ് അവൾക്ക് കേക്ക് കൊടുക്കാൻ. ആ അച്ചാച്ചൻ്റെ നിന്ന് കേക്ക് വാങ്ങിക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷേ വേണ്ട എന്ന് വളരെ ഭംഗിയായിട്ട് പറയാനായിട്ടാണ് അവൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി പിക്കാണ്. എല്ലാവരും കൂടി നിന്നിട്ട് കേശുമോനും ഫോട്ടോ സെക്ഷൻ നടക്കുകയാണ്. ഇതാ ഇവിടെ വിജിലംബിച്ചിരിക്കുന്ന അമ്മായിയെ നമുക്ക് കാണാം. എല്ലാവരും പാർട്ടിയൊക്കെ എൻജോയ് ചെയ്ത് ഒരു ചിൽ വൈബിലാണ് ഗൈസ്. മാധുവിന് കമ്പനിയായിട്ട് ഇപ്പോൾ ഋതു ബേബിയും കൂടെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. വ്ലോഗാണ്. ഒരു സൈഡിൽ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, മറു സൈഡിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. മാധുവിനെ വെച്ചിട്ട് മാധുവിനൊരു പുതിയ സൈക്കിളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ ഋതു ബേബി. ക്യാമറ മുന്നിൽ കാണുന്ന കുച്ചിച്ചേട്ടനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ കൂടെ മീനുവിൻ്റെ കൂട്ടുകാരി സ്തുതി വന്നിട്ടുണ്ടായിരുന്നു. മാധുവിന് സിംഗിളായിട്ടൊരു ഫോട്ടോ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം അതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫുഡിങ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാനും അച്ചും സെബാനും അശ്വിനിയും ഇത് മഹേഷേട്ടൻ നമുക്ക് ഇടിയപ്പവും കറിയൊക്കെ വിളമ്പിത്തരുന്നുണ്ട്. അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. അപ്പോൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി. നമ്മൾ എല്ലാവരും ബാക്കി ഇനി കഴിക്കാനുണ്ടായിരുന്ന ചേച്ചിയും ചേട്ടനും കിച്ചണിലൊക്കെ ഫുഡ് കഴിക്കുകയാണ്. എന്തോ ഇവിടെ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും ടെൻഷൻ അടിച്ച് ഓടുകയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടറിയണം ഗൈസ്. 3, 2, 1, jump! അതെ, ഫ്രൈ ആണ് ഗൈസ്. ഒരു ചിക്കൻ ഫ്രൈ കഴിഞ്ഞെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. അവിടെ ആരെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഫ്രൈ ഇരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ വൈൻഡപ്പ് ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു രാത്രി. എല്ലാവരും പോകാനായിട്ട് റെഡി ആവുകയാണ്. നമ്മുടെ അച്ചും ഋതു ബേബിയൊക്കെ പോകാൻ ഇറങ്ങി. അത് മാധുവിൻ്റെ വോയിസ് ഓവറാണ് ഗൈസ്. എല്ലാവർക്കും ചാച്ചയൊക്കെ പറഞ്ഞ് അങ്ങനെ അവരിറങ്ങി. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.